Defining constants in C. So what are constants? Something that do not change is called a constant. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എന്താണ്, റിയൽ കോൺസ്റ്റൻറ്റ് എന്താണ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, സ്ട്രിങ് കോൺസ്റ്റൻറ്റ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ കോൺസ്റ്റൻസിനെ ആസ് സച്ച് പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാതെ ഇപ്പോൾ നമ്മൾ 12 എന്ന് പറഞ്ഞിട്ടൊരു ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് ഉണ്ട്, അതിന് നമ്മൾ പ്രോഗ്രാമിൽ 12 എന്ന് തന്നെ പറഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കോൺസ്റ്റൻസിനെ അങ്ങനെ തന്നെ കോൺസ്റ്റൻസ് ആസ് സച്ച് യൂസ് ചെയ്യേണ്ട, അതായത് ലിറ്ററൽസ് ആയിട്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യാണ്ട് നമുക്ക് കോൺസ്റ്റൻസിന് നെയിമൊക്കെ അസൈൻ ചെയ്ത് കോൺസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും സിയിൽ. സോ കോൺസ്റ്റൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ 2 ways. ഫസ്റ്റ് വേ ഈസ് ടു യൂസ് ഹാഷ് ഡിഫൈൻ ഡയറക്റ്റീവ്. ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്നത് ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ്. ഹാഷ് ഡിഫൈൻ ഡയറക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റിനെ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കോൺസ്റ്റൻസിന് സിംബോളിക് കോൺസ്റ്റൻസ് എന്നാണ് പറയുക. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസിങ് ദി കോൺസ്റ്റ് കീവേഡ്. കോൺസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയർ ആണ്. അതായത് നമ്മൾ ഒരു വേരിയബിളിനെയൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ലോങ് ഇൻറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് കോൺസ്റ്റ് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻറ്റിജറിനെ ക്വാളിഫൈ ചെയ്യാം കോൺസ്റ്റ് എന്ന് വെച്ചിട്ട്. അപ്പോൾ കോൺസ്റ്റ് എന്ന് പറഞ്ഞ ക്വാളിഫയർ വെച്ചുകൊണ്ട് നമുക്ക് ഒരു വേരിയബിളിനെ, നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ 2 രീതിയിലാണ് നമുക്ക് കോൺസ്റ്റൻസിനെ സിയിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് വൺ സിംബോളിക് കോൺസ്റ്റൻസ്. സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹാഷ് ഡിഫൈൻ ഡയറക്റ്റീവ് വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത കോൺസ്റ്റൻസ്. സോ വാട്ട് ഈസ് എ സിംബോളിക് കോൺസ്റ്റൻറ്റ്? ഇറ്റ് ഈസ് എ നെയിം ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് കാനോട്ട് ബി ചേഞ്ച്ഡ്. അതായത് നമുക്കൊരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനേ പറയുന്നുള്ളൂ. ദാറ്റ് ക്യാൻ ബി എൻ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്, റിയൽ കോൺസ്റ്റൻറ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, എന്തും ആവാം. ഏത് കോൺസ്റ്റൻ്റ് ആണെങ്കിലും അതിനെ ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു നെയിമാണ് ഈ സിംബോളിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു ഡേറ്റ ടൈപ്പൊന്നുമില്ല ശരിക്കും. എനി സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആവാം. അത് ഏത് കോണ്ടെക്സ്റ്റിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് അതൊരു ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആണോ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സിംബോളിക് കോൺസ്റ്റൻറ്റിന് അതുകൊണ്ട് ഡേറ്റ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യണില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് മുന്നേ ആദ്യം ഒരു എക്സാമ്പിൾ പറയാം. ഹാഷ് ഡിഫൈൻ സ്ട്രെങ്ത് 100. ഇവിടെ സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ സിംബോളിക് കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ് 100. ഇങ്ങനെയാണ് നമ്മൾ സിംബോളിക് കോൺസ്റ്റൻറ്റിനെ ഡിഫൈൻ ചെയ്യുക. വെൻ ദി പ്രോഗ്രാം ഇസ് കമ്പൈൽഡ്, ഈച്ച് ഒക്കറൻസ് ഓഫ് ദി സിംബോളിക് കോൺസ്റ്റൻറ്റ് ഇസ് റീപ്ലേസ്ഡ് ബൈ ഇറ്റ്സ് കറസ്പോണ്ടിങ് ക്യാരക്ടർ സീക്വൻസ്. അപ്പോൾ സാധാരണ ഒരു വേരിയബിളിന് വാല്യൂ കൊടുക്കുന്ന പോലെയൊന്നും അല്ല നമ്മളൊരു സിംബോളിക് കോൺസ്റ്റൻറ്റിന് വാല്യൂ കൊടുക്കുന്നത്. നമ്മളൊരു സിംബോളിക് കോൺസ്റ്റൻറ്റിനെ പ്രോസസ്സ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ് ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞു. പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കമ്പൈലേഷൻ്റെ മുന്നേ നടക്കുന്ന ഒരു സ്റ്റെപ്പാണ് പ്രീ പ്രോസസ്സിങ്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് പ്രീ പ്രോസസ്സർ. അപ്പോൾ പ്രീ പ്രോസസ്സറാണ് ഈ സിംബോളിക് കോൺസ്റ്റൻസിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈച്ച് ഒക്കറൻസ് ഓഫ് ദി സിംബോളിക് കോൺസ്റ്റൻറ്റ് ഇസ് റീപ്ലേസ്ഡ് ബൈ ഇറ്റ്സ് കറസ്പോണ്ടിങ് ക്യാരക്ടർ സീക്വൻസ്. അതായത് നമ്മളിവിടെ പറഞ്ഞ എക്സാമ്പിളിൽ ഇവിടുത്തെ ക്യാരക്ടർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഈ 100 എന്ന് പറയുന്നതാണ്. നമ്മുടെ സിംബോളിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ എവിടെയൊക്കെയാണോ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ സിംബോളിക് കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്തത് ആ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആ കോൺസ്റ്റൻസിനെയൊക്കെ, അതായത് ആ സിംബോളിക് കോൺസ്റ്റൻസിനെ എല്ലാം 100 വെച്ച് റീപ്ലേസ് ചെയ്യും. ആ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കമ്പൈൽ ചെയ്യുന്നത്. അത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിൽ 100 തന്നെയാണ് ഉണ്ടാവുക, അല്ലാണ്ട് സ്ട്രെങ്ത് എന്നല്ല ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പിന്നെ എന്തിനാണ് ഈ സിംബോളിക് കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത്? സിംബോളിക് കോൺസ്റ്റൻറ്റ് ദാറ്റ് എനേബിൾസ് മോഡിഫയബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. മെയിനായിട്ട് അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ എന്താണ് മോഡിഫയബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി? നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. മോഡിഫയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുക, അതിനാണ് നമ്മൾ മോഡിഫയബിൾ എന്ന് പറയുന്നത്. മോഡിഫൈ ചെയ്യാൻ പറ്റിയ കാര്യത്തിനാണ്. അപ്പോൾ മോഡിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതിനാണ് നമ്മൾ മോഡിഫയബിലിറ്റി എന്ന് പറയാം. നമുക്കറിയാം ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചേഞ്ച് ചെയ്യാത്ത കാര്യമാണ്, അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് അതിന് മോഡിഫിക്കേഷൻ? അതായത് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് നമ്മൾ സാധാരണ മാത്സിൽ ഉപയോഗിക്കുന്ന പൈ. ഈ പൈ എന്ന് പറയുന്നത് ഇങ്ങനൊരു സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കതിനെ വേണമെങ്കിൽ പൈ എന്ന് പറഞ്ഞിട്ടൊരു നെയിം കൊടുത്തിട്ട് നമുക്ക് എഴുതാം. പക്ഷെ നമ്മൾ പൈ എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എന്താണ്? 3.14 എന്ന് പറയുന്നതാണ് പൈയുടെ വാല്യൂ.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൈന്ന് ഇങ്ങനെ ഒരു നെയിം ഇട്ടിട്ട് അതിനകത്ത് 3.14 ഒക്കെ സ്റ്റോർ ചെയ്തിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 3.14 എന്ന് പറയുന്നതാണ് നമ്മുടെ പൈൻ്റെ വാല്യൂ എന്ന്. അപ്പോൾ ഞാനൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാണ്, ഫ്ലോട്ട് PI is equal to 3.14 എന്ന് പറഞ്ഞാൽ ലോജിക്കലി അത് കറക്റ്റ് അല്ല. കാരണം 3.14 എന്ന് പറഞ്ഞത് ഒരു വേരിയബിൾ അല്ല. നമ്മൾ PI ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണെങ്കിൽ നമുക്കൊരു പ്രോഗ്രാമിനകത്ത് വെച്ചിട്ട് PIനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. നമ്മളാണ് പ്രോഗ്രാം എഴുതുന്നത്, നമ്മൾ ചിലപ്പോൾ മോഡിഫൈ ചെയ്യില്ലായിരിക്കും, പക്ഷേ അതൊരു വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യാവുന്നൊരു കാര്യം എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾക്ക് ഈ 3.14 എന്ന് പറഞ്ഞത് അതൊരു വേരിയബിൾ അല്ല, അതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നെ പറയണം. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്കറിയാം അതിൻ്റെ വാല്യൂ 3.14 ആണെന്ന്. അതുകൊണ്ട് പ്രോഗ്രാമിൽ പൈ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, 3.14 എന്ന് എഴുതും. സപ്പോസ് നമ്മുടെ പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാമാണ്, പ്രോഗ്രാമിനകത്ത് ഒരു 10 സ്ഥലങ്ങളിൽ 3.14 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചു, അതെല്ലാം പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് തോന്നുകയാണ് നമുക്ക് ഈ പ്രോഗ്രാമിന് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആക്കണം, നമുക്ക് കിട്ടുന്ന വാല്യൂസ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആക്കണം. അപ്പോൾ നമുക്കറിയാം പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കറക്റ്റ് 3.14 അല്ല, അതിന് ശേഷം വീണ്ടും ഡിജിറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ നോർമലി 3.14 വെച്ചിട്ടാണ് കാൽക്കുലേഷൻസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടൊരു വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പൈൻ്റെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ എടുക്കണം. അപ്പോൾ എനിക്ക് 3.14 എന്നുള്ളതിന് പകരം 3.14159 എന്ന് എടുക്കണം. അതാണ് പൈൻ്റെ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിനകത്ത് 3.14 എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ എഴുതിയത്. അതിന് 3.14159 ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രോഗ്രാമിൽ എവിടേക്കാണോ നമ്മൾ 3.14 ഉപയോഗിച്ചത് അവിടെ എല്ലാം പോയിട്ട് നമുക്ക് 3.14159 കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കറക്ഷൻസാണ് നമ്മളിവിടെ മോഡിഫിക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ പ്രോഗ്രാമിനകത്ത് വെച്ച് എക്സിക്യൂഷൻ ടൈമിൽ മാറുകയല്ല, പ്രോഗ്രാം എഴുതിയ പ്രോഗ്രാമർ തന്നെ ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പോയി എഴുതേണ്ട ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷന് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്ത് എഴുതും, #define പൈ 3.14159 എന്ന് എഴുതും. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേസിൽ 3.14 ആയിട്ടുള്ള കേസിൽ #define പൈ 3.14 എന്ന് എഴുതും. എന്നിട്ട് പ്രോഗ്രാമിൽ 3.14 യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പൈന്ന് യൂസ് ചെയ്യും. ഇനി നമുക്ക് എപ്പോഴെങ്കിലും ഈ 14നെ 14159 എന്നായിട്ട് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ #define എഴുതിയ സ്ഥലത്ത് പോയിട്ട് 3.14159 എന്നാക്കി കൊടുക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മോഡിഫയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മോഡിഫിക്കേഷൻസ് നമുക്ക് പറ്റും. ദെൻ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാം ഒന്ന് റീഡബിൾ ആക്കുക. അതുപോലെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ 100 എന്ന് പറഞ്ഞ വാല്യൂ നേരിട്ട് യൂസ് ചെയ്യണതിന് പകരം ഇപ്പോൾ ഈ എക്സാമ്പിളിൽ നമ്മൾ സ്ട്രെങ്ത് എന്നാണ് എഴുതിയിട്ടുള്ളത്, #define സ്ട്രെങ്ത് 100 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100 എന്ന് പറഞ്ഞ വാല്യൂ ആണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ സിംബോളിക് കോൺസ്റ്റൻറ്റിന് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ 100 എന്ന് യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ സ്ട്രെങ്ത് എന്ന് യൂസ് ചെയ്യുകയാണ്. സപ്പോസ് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ എന്തെങ്കിലും ഇപ്പോൾ മാർക്ക് ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പല സ്ഥലങ്ങളിൽ 100 എന്ന് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഈ 100 എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ദാറ്റ് ക്യാൻ ബി ദി സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ മാർക്ക് ഓഫ് എ സബ്ജക്റ്റ്, മാക്സിമം മാർക്ക് ഓഫ് എ സബ്ജക്റ്റ് ആവാം. അപ്പോൾ എന്തിനും നമുക്ക് 100 എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ അതേസമയം നമ്മൾ #define സ്ട്രെങ്ത് 100 എന്ന് കൊടുത്തതിന് ശേഷം സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് വരുന്ന സ്ഥലത്ത് എല്ലാം സ്ട്രെങ്ത് എന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡബിളായി. ഇനി നമുക്ക് ഒരു സ്ഥലത്ത് മാക്സിമം മാർക്ക് 100 എന്ന് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാണ് മാർക്ക് 100 #define മാർക്ക് 100. അപ്പോൾ ഈ മാർക്ക് യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ 100 യൂസ് ചെയ്യുന്നതിന് പകരം മാർക്ക് എന്ന് യൂസ് ചെയ്യും. സ്ട്രെങ്ത് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് സ്ട്രെങ്ത് എന്ന് യൂസ് ചെയ്യും. അതേസമയം രണ്ടിടത്തും നമ്മൾ 100 എന്നായിരുന്നു യൂസ് ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് പ്രോഗ്രാം കാണുന്ന ആൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് ഈ 100 എന്ന്. അപ്പോൾ പ്രോഗ്രാം കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെങ്ത് എന്നും മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് 100നെ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ട് ആ നെയിം യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് മോഡിഫയബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അപ്പോൾ നമ്മളൊരു സിംബോളിക് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ സിൻടാക്സ് ഇതാണ് #define സ്പേസ് സിംബോളിക് നെയിം സ്പേസ് വാല്യൂ ഓഫ് കോൺസ്റ്റൻറ്റ്. അതിൽ #define എന്ന് പറയുന്നത് പ്രീ പ്രോസസർ ഡിറക്റ്റീവ്, ദെൻ സിംബോളിക് നെയിം നമ്മൾ എന്ത് നെയിമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത്, ദെൻ വാല്യൂ ഓഫ് കോൺസ്റ്റൻറ്റ്, ഏത് കോൺസ്റ്റൻറ്റിനാണോ നമ്മൾ ഇപ്പോൾ ഈ നെയിം ഇട്ട് വിളിച്ചിരിക്കുന്നത് ആ കോൺസ്റ്റൻറ്റ്. അതിനൊരു എക്സാമ്പിളാണ് #define സ്ട്രെങ്ത് 100, ദെൻ #define മാക്സ് സൈസ് 50.
അതായത് മാക്സിമം സൈസ്, എന്തിൻ്റെ മാക്സിമം സൈസ് ആ സിറ്റുവേഷനിൽ നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുക. മാക്സ് സൈസ് 50 എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 50 എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ മാക്സ് സൈസ് എന്നായിരിക്കും പ്രോഗ്രാമിൽ യൂസ് ചെയ്യുക. പക്ഷേ പ്രോഗ്രാം കമ്പൈൽ ചെയ്യണതിൻ്റെ മുന്നേ എന്ത് ചെയ്യും, മാക്സ് സൈസ് എന്ന് വരുന്ന സ്ഥലങ്ങളെല്ലാം 50 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും കമ്പൈൽ ചെയ്യുക. അപ്പോൾ ആ റീപ്ലേസ്മെൻറ്റ് ചെയ്യണത് പ്രീ പ്രോസസ്സറാണ്. ഇനി നമുക്കൊരു ഹാഷ് ഡിഫൈൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിംബോളിക് നെയിം ഹാസ് ദി സെയിം ഫോം ആസ് വേരിയബിൾ നെയിം. അതായത് നമ്മൾ സാധാരണ വേരിയബിൾ നെയിംസ് എങ്ങനെയാണോ എടുക്കുക, അതായത് ലെറ്റേഴ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറും ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയബിൾ നെയിം എഴുതുക. അപ്പോൾ വേരിയബിൾ നെയിം എങ്ങനെയാണോ എഴുതുക അതേപോലെ തന്നെയാണ് നമ്മൾ സിംബോളിക് കോൺസ്റ്റൻറ്റിൻ്റെ നെയിമും കൊടുക്കുക. പക്ഷേ നമ്മളൊരു കൺവെൻഷൻ യൂസ് ചെയ്യാറുണ്ട്. വി യൂസ് ഓൺലി ക്യാപിറ്റൽസ്. ക്യാപിറ്റൽ ലെറ്റർ മാത്രമാണ് സിംബോളിക് കോൺസ്റ്റൻറ്റിന് യൂസ് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് വിഷ്വലി ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു വേരിയബിളും സിംബോളിക് കോൺസ്റ്റൻറ്റും രണ്ടും വേറെ വേറെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വെച്ചാൽ വേരിയബിൾസ് നമ്മൾ സ്മോൾ ലെറ്ററേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യും. കാരണം ഇത് എന്തിനാണ് നമ്മൾ വിഷ്വലി ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യണത് ഒരു വേരിയബിൾ വർക്ക് ചെയ്യണ പോലെയല്ല. ഇത് കമ്പൈൽ ചെയ്യണതിൻ്റെ മുന്നേ ഇതിനെല്ലാം എവിടേക്കാണോ സിംബോളിക് കോൺസ്റ്റൻറ്റ് വരുന്നത് അതിനെല്ലാം ആ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. അല്ലാണ്ട് ഒരു വേരിയബിളിനുള്ള പോലെ ഒരു മെമ്മറി ലൊക്കേഷനോ ആ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തൊരു വാല്യൂ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അത് രണ്ടും രണ്ടാണ്. അപ്പോൾ അത് വേരിയബിൾ നെയിമിനെയും സിംബോളിക് കോൺസ്റ്റൻറ്റിനെയും രണ്ടായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും രണ്ടും യൂസ് ചെയ്യണത് ഇതിന്. അതായത് വേരിയബിളിന് സ്മോളും സിംബോളിക് കോൺസ്റ്റൻറ്റിന് ക്യാപിറ്റലും യൂസ് ചെയ്യുന്നത്. ദെൻ നോ ബ്ലാങ്ക് സ്പേസ് ബിറ്റ്വീൻ ഹാഷ് ആൻഡ് ഡിഫൈൻ. അതായത് നമ്മൾ ഹാഷ് ഡിഫൈൻ എന്ന് എഴുതുന്ന സമയത്ത് ഹാഷിനും ഡിഫൈനും ഇടയ്ക്ക് സ്പേസ് പാടില്ല. അതൊരു സിംഗിൾ വേർഡ് പോലെ എഴുതണം. എന്നാലേ അതൊരു പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. ഹാഷ് മസ്റ്റ് ബി ദി ഫസ്റ്റ് ക്യാരക്ടർ ഇൻ ദി ലൈൻ. അതായത് നമ്മൾ ഹാഷ് ഡിഫൈൻ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് കോളത്തിൽ വേണം. അതായത് നമ്മൾ സ്ക്രീൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ കൺസോൾ സ്ക്രീൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ വേണം ഹാഷ് എഴുതാൻ. അല്ലാണ്ട് സ്ക്രീനിൽ ഒരു സ്പേസ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഹാഷ് എഴുതാൻ പാടില്ല. ഫസ്റ്റ് ക്യാരക്ടറായിട്ട് മാത്രമേ ഹാഷ് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റിൽ മുതൽ നമ്മുടെ മോണിറ്ററിൻ്റെ ആദ്യം മുതൽ നമ്മൾ എഡിറ്ററിൽ നമ്മളിത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറായിട്ട് വേണം ഹാഷ് എഴുതിയിട്ട് നമ്മൾ തുടങ്ങാൻ. ബട്ട് ക്യാൻ ബി ഡിക്ലെയർഡ് എനിവെയർ ഇൻ ദി പ്രോഗ്രാം ബിഫോർ ദി ഫസ്റ്റ് യൂസ് ഓഫ് ദി കോൺസ്റ്റൻറ്റ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടു ഹാഷ് ഡിഫൈൻ സ്ട്രെങ്ത് 100 എന്ന്. അപ്പോൾ എവിടെയാണോ നമ്മൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യണത് അതിൻ്റെ മുന്നേ എവിടെയും അതിനെ ഡിഫൈൻ ചെയ്യാം. ഏത് ലൈനിൽ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷേ ഡിഫൈൻ ചെയ്യണ ലൈനിലെ ഫസ്റ്റ് ക്യാരക്ടർ ആയിരിക്കണം ഹാഷ് എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ യൂഷ്വലി ഇത് ചെയ്യുക പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അത് നമ്മുടെ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹാഷ് ഡിഫൈൻ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും. എവിടെ വേണമെങ്കിലും കൊടുക്കാം എന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെയാണ് സി പ്രോഗ്രാമിൽ എഴുതാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം എടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിനകത്ത് സിംബോളിക് കോൺസ്റ്റൻസി യൂസ് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത് സിയിൽ എവിടെ വേണമെങ്കിലും അലൗഡ് ആണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഇത് എഴുതുക. അതാണ് ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ദെൻ എ സിംബോളിക് കോൺസ്റ്റൻറ്റ് ഡെഫിനിഷൻ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് നോട്ട് എൻഡ് വിത്ത് സെമിക്കോളൻ. നമ്മൾ പഠിച്ചു സിയിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും സെമിക്കോളൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യാന്ന്. അത് സിയിലെ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് കമ്പൈലർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ സെമിക്കോളൻ വെച്ചിട്ട് എൻഡ് ചെയ്യുക. ഇത് പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവാണ്. കമ്പൈലേഷൻ്റെ മുന്നേ നമ്മൾ ഒരു റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് കമ്പൈൽ ചെയ്യണ എക്സിക്യൂട്ട് ചെയ്യണ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് സെമിക്കോളൻ വെച്ചിട്ട് എൻഡ് ചെയ്യില്ല. അത് എൻഡ് ചെയ്യാൻ പാടില്ല. സെമിക്കോളൻ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഞാനിപ്പോൾ ഹാഷ് ഡിഫൈൻ സ്ട്രെങ്ത് 100 എന്ന് പറഞ്ഞിട്ട് 100ന് ശേഷം സെമിക്കോളൻ ഇട്ടു എന്ന് വിചാരിക്കുക. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എൻഡിലുള്ള സെമിക്കോളൻ ആയിട്ടല്ല മനസ്സിലാക്കുക. ഈ 100 സെമിക്കോളൻ എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആയിട്ടാണ് എടുക്കുക. അപ്പോൾ എവിടേക്കാണോ സ്ട്രെങ്ത് എന്ന് വരുന്നത് അവിടെ എല്ലാം 100 സെമിക്കോളൻ വെച്ചിട്ട് മാർക്ക് ചെയ്യും ആൻഡ് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു റോങ് കമ്പൈലേഷൻ ഫയലാണ് വെച്ചാൽ കമ്പൈൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു റോങ് ഫയലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് കമ്പൈലേഷൻ ഫെയിലാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സെമിക്കോളൻ ഇടാൻ പാടില്ല എവിടെ ഹാഷ് ഡിഫൈൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എൻഡിൽ. ദെൻ അസൈനിങ് വാല്യൂ ആഫ്റ്റർ ഡെഫിനിഷൻ ഇസ് ഇല്ലീഗൽ. അതായത് നമ്മളൊരു ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സിംബോളിക് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്ട്രെങ്ത് 100 എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ പ്രോഗ്രാമിൽ എവിടെ വെച്ചിട്ടും നമുക്ക് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റില്ല.
അതായത് കാരണം അതൊരു വേരിയബിളൊന്നുമല്ല, സ്ട്രെങ്ത് ഈക്വൽ ടു 50 എന്നൊന്നും പിന്നെ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് അസൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ 50 സ്റ്റോർ ചെയ്യാനൊരു മെമ്മറി ലൊക്കേഷനൊക്കെ വേണം. ഇത് അങ്ങനെ ഒരു കാര്യമേ അല്ല. ഇത് വെറുതെ ഒരു പാറ്റേണിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ്. ആ പാറ്റേണിനെ നമ്മൾ കമ്പൈൽ ചെയ്യുന്നതിന് മുന്നേ റീപ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റില്ല. ദെൻ വൺ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ഡിഫൈൻ ഓൺലി വൺ നെയിം. അതായത് ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സമയത്ത് ഒരു സിംബോളിക് കോൺസ്റ്റൻറ്റിനെ നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഹാഷ് ഡിഫൈൻ സ്ട്രെങ്ത് 100, മാർക്ക് 50 ഇങ്ങനെയൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. അതായത് നമ്മൾ സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഡിക്ലെയർ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. ഒരു ലൈനിൽ ഒരു സിംബോളിക് കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നോ ഡേറ്റ ടൈപ്പ് ഈസ് ഡിക്ലെയർഡ്. അതായത് ഒരു വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്യണ പോലെ നമുക്ക് ഈ 100 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണെന്നോ അല്ലെങ്കിൽ ഫ്ലോട്ട് ആണെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ പറയണില്ല. അപ്പോൾ എവിടെയാണോ നമ്മൾ ഈ 100 യൂസ് ചെയ്യണത്, ആ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവിടെ നമ്മളതൊരു ഇൻറ്റിജറിൻ്റെ വാല്യൂ ആയിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റിജറാണ്. അല്ലാണ്ട് നമ്മളിതിനെ ഒരു ഡേറ്റ ടൈപ്പായിട്ട് ഡിക്ലെയർ ചെയ്യില്ല സിംബോളിക് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്. ഇനി നെക്സ്റ്റ് ഡിക്ലെയറിങ് എ വേരിയബിൾ ആസ് കോൺസ്റ്റൻറ്റ്. ഇത് നമ്മുടെ നോർമൽ വേരിയബിൾ ഡിക്ലറേഷൻ പോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്വാളിഫയർ അവിടെ യൂസ് ചെയ്യുന്നു മാത്രം. ഈ കോൺസ്റ്റ് എന്ന് പറഞ്ഞ ക്വാളിഫയർ യൂസ് ചെയ്യുന്ന സമയത്ത് കമ്പൈലറിന് മനസ്സിലാവും ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദിസ് കാനോട്ട് ബി മോഡിഫൈഡ്. നമ്മൾ ഡിക്ലെയറിങ് എ വേരിയബിൾ ആസ് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു മീനിങ്ലെസ് ആയിട്ട് തോന്നും. പക്ഷേ വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്യാത്തതാണ്. അപ്പോൾ സിയിൽ പക്ഷേ വേരിയബിൾ എന്ന് പറയുമ്പോൾ അത് വേരി ചെയ്യണതെന്ന് മാത്രമല്ല നമ്മൾ പറയണത്, ദാറ്റ് ഈസ് എ നെയിം ഗിവൺ ടു എ മെമ്മറി ലൊക്കേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ വേരിയബിൾ എന്ന് പറയുമ്പോൾ അങ്ങനെ എടുത്താൽ മതി. ഒരു മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന നെയിമാണ് വേരിയബിൾ. അപ്പോൾ അതിനെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് ഒരു മെമ്മറി ലൊക്കേഷനിൽ നമ്മളൊരു വാല്യൂ വെച്ചതിന് ശേഷം പറയുകയാണ് ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. So to set the value of a certain variable to remain constant during the program execution, അതാണ് ഈ കോൺസ്റ്റ് കീവേഡ് വെച്ച് നമ്മൾ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ സംഭവിക്കുക. സോ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പറയുക, കോൺസ്റ്റ് ഇൻറ്റ് മാക്സ് സൈസ് ഈക്വൽ ടു 50. അതായത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻറ്റ് മാക്സ് സൈസ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ അതേസമയം അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കോൺസ്റ്റ് ഇൻറ്റ് മാക്സ് സൈസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ അതിൻ്റെ വാല്യൂയും കൂടെ പറഞ്ഞു കൊടുക്കണം. മാക്സ് സൈസ് ഈക്വൽ ടു 50 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മാക്സ് സൈസ് എന്ന് പറഞ്ഞ വേരിയബിൾ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഈ പ്രോഗ്രാമിൽ ആക്ട് ചെയ്യുക. അതായത് വി കനോട്ട് യൂസ് മാക്സ് സൈസ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് എൻ അസൈൻമെൻറ്റ്. അതായത് അസൈൻമെൻറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, റൈറ്റിലെ വാല്യൂ ലെഫ്റ്റിലേക്ക് അസൈൻ ചെയ്യാമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ അലൗ ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്കതിനൊരു ഇൻപുട്ട് ഫംഗ്ഷനകത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് ഫംഗ്ഷനിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഈ വേരിയബിളിൻ്റെ വാല്യൂ ആയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതേസമയം നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ആൻ അസൈൻമെൻറ്റ് അതിൽ നമുക്കത് യൂസ് ചെയ്യാം. അതായത് ഈ മാക്സ് സൈസ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനകത്ത് നമുക്ക് യൂസ് ചെയ്യാം. മാക്സ് സൈസ് 50 എന്ന് പറഞ്ഞാൽ ഈ 50 യൂസ് ചെയ്യേണ്ട എക്സ്പ്രഷനകത്ത് നമുക്ക് ആ മാക്സ് സൈസ് യൂസ് ചെയ്യാം. പക്ഷേ അസൈൻമെൻറ്റിൽ ലെഫ്റ്റിലോ ഇൻപുട്ടിലോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് മോഡിഫൈ ചെയ്യേണ്ട സ്ഥലങ്ങളിലൊന്നും, ഇതിൻ്റെ വാല്യൂ മോഡിഫൈ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അതേസമയം നമുക്ക് എക്സ്പ്രഷൻസിലൊക്കെ യൂസ് ചെയ്യാം. അതാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ ഉള്ളൊരു വ്യത്യാസം. നോർമൽ വേരിയബിളും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം.